ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോവാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് വീട്ടിലുണ്ട്, അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊന്ന് കടയിൽ പോയി വാങ്ങിച്ചാന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പോണ്. മോന് ഇവിടെ വീട്ടിലില്ല, ചെറിയ മക്കളെ ഉള്ളൂ. മോന് ട്യൂഷന് പോയിട്ടുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ഓനെ വിട്ടിട്ട് സാധനങ്ങൾ മേടിച്ചാലും മതി. ഇതിപ്പോൾ ഓനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയി വാങ്ങാൻ പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, കുറേ ദൂരമൊന്നുമില്ല, വേഗം തന്നെ പോയി വരാൻ പറ്റും. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പോയതല്ലേ വിചാരിച്ചിട്ട് ഉച്ചക്കുള്ള പച്ചക്കറി ആയിട്ട് ഉപ്പേരി, ഒരു ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ, ഉള്ളിത്തണ്ട് തന്നെയല്ലേ എല്ലാവരും ഇതിന് പറയാം, ഈ പയറ് പോലെ നീളത്തിലുള്ള, ഞങ്ങളെ നാട്ടിലൊക്കെ അത് തന്നെയാണ് പറയുക. അപ്പം നിങ്ങൾ എന്താ പറയുക വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പേര് അറിയാത്ത പോലെ കാണിച്ചതല്ല കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളിത്തണ്ട് എന്നാണ് പറയാം. അപ്പോൾ കുറച്ച് ഉള്ളിത്തണ്ടും അതുപോലെ പഞ്ചസാര തീർന്നിരുന്ന്, അപ്പോൾ പഞ്ചസാര അങ്ങനെ ആയിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും തിരിച്ച് വീട്ടിൽ എത്തിയാണ്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കൽ തുടങ്ങണം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം ചോറിനുള്ള അരി കഴുകി കണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് കുക്കറിലാണ് ചോറുണ്ടാക്കുക. അപ്പോൾ ആദ്യം ഒന്ന് തിളച്ചതിൻ്റെ ശേഷമാണ് അരിക്ക് എടുത്ത് വെക്കുക. വേഗം തന്നെ വേവണ അരിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ കഴിയുമ്പോൾ തന്നെ അതും വെന്തിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അധികം ഈ അരി തന്നെയാണ് എടുക്കൽ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഗ്യാസ് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള നൂൽപുട്ട്, ഞാൻ രാവിലെ ചായക്കടി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ലൈവ് ഇടലുണ്ട്, അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് അറിയുണ്ടാവും. അന്ന് നൂൽപുട്ടും ബീഫ് കറിയാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നൂൽപുട്ടൊക്കെ ബാക്കി അവിടെ ഉണ്ട്. അപ്പോൾ അതും ഉച്ചയ്ക്ക് എല്ലാവരും തിന്നലുണ്ട് കേട്ടോ. ചോറ് മാത്രമല്ല, ചായക്കടിയും കൂടിയാണ് ഉച്ചയ്ക്ക് തിന്നൽ. അപ്പോൾ ഇന്ന് എല്ലാവരും വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് അതും എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ ബിസ്ക്കറ്റൊന്നും ഞാൻ വാങ്ങലില്ല, ഇന്ന് എല്ലാവരും കുട്ടികളുള്ളതുകൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് കസ്റ്റേർഡ് പൗഡർ. ഞാൻ ഈക്കുള്ള പാല് അതുപോലെ പഞ്ചസാര അങ്ങനത്തെ ഒക്കെയാണുള്ളത്. പഞ്ചസാര കഴിയാനായിരുന്നു. ഞാൻ സാധാരണ എടുത്തുകൊണ്ടിരുന്ന പാത്രത്തിൽ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയക്കും അതുപോലെ റീഫിൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്ന പാത്രത്തിലൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ മക്കൾ ചെയ്യുന്ന പണിയാണ്. ഞാൻ മുഴുവൻ സാധനങ്ങളൊന്നും ഞാൻ എടുത്തേക്കലില്ല. പക്ഷെ ഓല് സ്കൂളിലുള്ള ദിവസങ്ങളിൽ പൊതുവെ ഞാൻ തന്നെ ചെയ്യലാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പണി തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് ആദ്യം പാല്, ഞാൻ കൊണ്ടുവന്ന പാല് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല, കാരണം ഫ്രിഡ്ജിൽ തലേന്നത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ്. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാമെന്ന് കരുതി. അങ്ങനെ പാലെടുത്ത് പൊട്ടിച്ച് കൊടുക്കുകയാണ്. കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. ഫ്ലെയിം ഓണാക്കാതെ ഞാൻ പാലെല്ലാം പാത്രത്തിലാക്കിയതിന് ശേഷമാണ് ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നത്. പിന്നെ ഞാൻ സാധനങ്ങൾ വാങ്ങിയ കൂട്ടത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വാങ്ങിയിരുന്നു കേട്ടോ. അതൊക്കെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് തീർന്നതിന് ഞാൻ എൻ്റെ മോനക്ക് രാവിലെ ഓട്സ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണതാണ്. കുറേ ഒന്നും ഇടില്ല, ഒരിത്തിരി ഇടാനുള്ളതാണ്. അപ്പോൾ കുറച്ചെങ്കിലും വേണമെല്ലാം വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി വാങ്ങിയേ. അപ്പോൾ ഇനി കസ്റ്റാർഡ് പൗഡർ ഞാൻ ഒരു ബൗൾക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പാല് വല്ലാതെ ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിന് കുറച്ച് എടുത്തുകൊണ്ട് ഇതൊന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് നല്ലവണ്ണം കട്ട പിടിച്ചും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാല് വല്ലാതെ ചൂടാവുന്നതിന് മുന്നേ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ രണ്ട് കയ്യിൽ പാലെടുത്തിട്ട് ഇതൊന്ന് കട്ട നല്ല ഇളക്കി നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ മാറ്റി വെച്ചു. ഇനി പാലൊന്ന് തിളക്കാനാവുമ്പോൾ ഒഴിച്ച് കൊടുക്കുക, അല്ലാഞ്ഞാൽ നേരത്തെ തന്നെ ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ചൊന്ന് ഫ്ലേവറിന് വേണ്ടി വനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നത്. വനില എസൻസ് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിന് ഫ്ലേവറുള്ള കസ്റ്റേർഡ് പൗഡർ തന്നെയാണ്. പൈനാപ്പിൾ ഫ്ലേവർ ഉണ്ട്. ഫ്ലേവർ ഇല്ലാത്തതിനെ അങ്ങനെ ഒഴിക്കേണ്ടതുള്ളൂ. എന്നാലും ഞാനൊന്ന് ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ പാൽ ഏകദേശം തിളക്കാനായപ്പോൾ ഞാൻ ഈ കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ തിളക്കാൻ വെച്ച പാലിന് ഒരു കയ്യിൽ പാൽ എടുത്തുകൊണ്ട് ഞാൻ ഈ ബാക്കിയുള്ള പാത്രത്തിലുള്ളതും കൂടെ ശരിക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പെട്ടി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു 5 പാക്കറ്റ് പാലുണ്ട്, അതുകൊണ്ടാണ് ഇത്ര തോനെ കാണുന്നത്. ഞങ്ങളിന്ന് എൻ്റെ ഉമ്മാൻ്റെ മക്കൾ ഭൂരിപക്ഷം ആൾക്കാരും കൂടെ ഒരുമിച്ച് കൂടാൻ കണ്ടാണ്. അപ്പോൾ പേരക്കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് അത്യാവശ്യം ആളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി തികയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തത് ഒരു ചെറിയ മിൽക്ക് മെയ്ഡിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഉള്ളിത്തണ്ട് കൊണ്ടുവന്ന് വെച്ചാൽ ഉള്ളിത്തണ്ട് അരിയണവും അങ്ങനത്തെ പണികളൊക്കെ ക്യാമറൻ്റെ ബാക്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കൂടെ കാണിച്ചാൽ കഴിയില്ലല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നപ്പോൾ ഞാൻ ഒരു ബൗളിട്ട് അതിക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, കാരണം ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ കഴിയില്ല. ഇതൊരു അത്യാവശ്യം തിക്നെസ് ഇപ്പോൾ തന്നെ വന്നിങ്ങനെ. ഇനി അത് ചൂടാറുന്നതിനനുസരിച്ച് നല്ലോണം തിക്കായി വരും കേട്ടോ. അപ്പം ഞാനതവിടെ ഗ്യാസിൻ്റെ അവിടെ തന്നെ ഒന്ന് മാറ്റി വെച്ചാണ്. താഴെ ഇടാൻ വെച്ചാൽ ചെറിയ മക്കൾ തട്ടുവാന്ന് പേടിയാണ് എപ്പോഴും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പപ്പായാണ് കേട്ടോ, അത് ഇവിടെ ഉണ്ടായത് തന്നെയാണ്. പിന്നെ കുറച്ച് മുന്തിരി, 2 ആപ്പിള്, അതുപോലെ 2 ഉറുമാമ്പഴം, 2 നേന്ത്രപ്പഴം അങ്ങനെയൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ആദ്യം പൈനാപ്പിളിനെ കട്ട് ചെയ്ത് ഉണ്ടാക്കണം.
അപ്പോൾ ഈ പൈനാപ്പിൾ കട്ട് ചെയ്യലാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത പണി. ഫ്രൂട്ട്സ് കട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത 2 സാധനം പൈനാപ്പിളും ഉറുമാമ്പഴമാണ്. തിന്നാനും രണ്ടും നല്ല ഇഷ്ടമാണ്. പക്ഷെ ആരെങ്കിലും കട്ട് ചെയ്ത് വെച്ചിങ്ങനെങ്കിൽ എടുത്ത് തിന്നാനാണ് ഇഷ്ടം. ഇത് കട്ട് ചെയ്തുണ്ടാക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. കസ്റ്റേർഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് പറ്റ ചെറുതാക്കി കട്ട് ചെയ്യും വേണമല്ലോ. അപ്പം ഞാൻ കുറച്ച് സമയമെടുത്ത് കട്ട് ചെയ്ത് മാറ്റി അതൊരു ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. വേവിക്കാനൊന്നുമല്ല കേട്ടോ, വലിയ പാത്രം നോക്കി എടുത്തതാണ്. ഇത് ചീനച്ചട്ടി കണ്ടാണ് നിങ്ങൾ വേവിച്ചെടുക്കാനാന്ന് കരുതണ്ട. അടുത്തത് ഞാൻ ആപ്പിൾ കട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആപ്പിളും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ ഇട്ടാലേ കാണുന്നവർക്ക് ബോറടിച്ചെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഉറുമാമ്പഴം ഞാൻ മണികളൊക്കെ വേർതിരിച്ചെടുത്ത് അതും കൂടെ അതിൽ മിക്സ് ചെയ്ത് കൊടുത്ത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ കസ്കസ് ഒരു 10 മിനിറ്റ് കുതിർത്താൻ ഇട്ടീനു, അതും കൂടെ അതിൽ ഇട്ട് കൊടുത്തിന്. ഒരു 2-3 ടേബിൾ സ്പൂൺ വരും കേട്ടോ. വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക ആയതുകൊണ്ടാണ് 2-3 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അത് ആ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ കസ്റ്റേർഡ് ചൂടാറിയപ്പോൾ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, വേഗം ഒന്ന് തണുത്തിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഭാഗത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഫ്രീസറിലാണ് ആ കസ്റ്റേർഡ് വെച്ചിരുന്നത്. അപ്പോൾ നല്ലോണം തണുത്താണ്. ഇനി ഈ കസ്റ്റേർഡിൻ്റെ മിക്സിക്ക് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ്. കുട്ടികൾ ഫ്രൂട്ട്സൊക്കെ നല്ലോണം തിന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കസ്റ്റേർഡിലൊക്കെ ആകുമ്പോൾ ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട്സൊക്കെ തിന്നോളൂ. നമ്മൾ ഒരു ഫ്രൂട്ട് ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതൊക്കെ വലിയ ഡിമാൻഡ് കാരണം അത് വേണ്ട എന്നൊക്കെ പറയും. പിന്നെ കൂടെ ഞാൻ ഈ കറുത്ത ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതും കൂടെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊന്നും മധുരം കുറവായിട്ടുണ്ട്, എന്നാലും ടേസ്റ്റ് ഉണ്ട്. കുറേ മധുരം ഇടണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ കുറച്ചത് തരും കേട്ടോ. പക്ഷേ ഒരുപാട് കുറവൊന്നുമല്ല. അപ്പം ഞാനത് ബൗളിലേക്ക് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മക്കൾക്ക് മാത്രമായിട്ട് ഞാൻ ആദ്യം കൊടുക്കണം, പിന്നെ വരുന്നവർക്കൊക്കെ ഞാൻ പിന്നെ കൊടുക്കാമെന്ന് കരുതി. ഒരു ഉണ്ടാക്കുമ്പോൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ച ചോറുണ്ടായിരുന്നല്ലോ, അതെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വേവ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഊറ്റിയാണ്. ചില സ്ഥലത്തൊന്നും ഊറ്റുമ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞേക്കാം. ഞങ്ങളവിടെയൊക്കെ അതിൻ്റെ ആ കൊഴുപ്പ് കളയാൻ വേണ്ടിയിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഊറ്റൽ. അതുപോലെ ഞങ്ങൾ ഉപ്പിടലുമില്ല. ചിലവരൊക്കെ ഉപ്പിടും. നിങ്ങൾ ഉപ്പിടലുണ്ടാകുന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്യാമറൻ്റെ ബാക്കിൽ ഞാൻ ഉള്ളിത്തണ്ടൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഉള്ളിത്തണ്ടൊക്കെ കട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഒരു പാന് ചൂടാക്കി ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും കൂടെ ഇട്ട്. ഞാനിതിന് ഉപ്പേരി എന്ന് പറയണമെന്ന് വെച്ചാലും നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഇതിന് മെഴുക്ക് പുരട്ടി എന്നാണ് പറയുക. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തൊന്നും മെഴുക്ക് പുരട്ടി പറഞ്ഞ വാക്കേ ഉപയോഗിക്കലില്ല. എല്ലാത്തിനും ഉപ്പേരി എന്നാണ് പറയുക. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ലോ ഫ്ലെയിമിലാണ് ഞാനത് വേവിച്ചെടുക്കുന്നത്. വലിയ ഫ്ലെയിം വെക്കുന്നില്ല. ആ സമയത്ത് തന്നെ എനിക്ക് പപ്പടം പൊരിച്ചാനൊക്കെ അവിടെ പരിപാടി ഉണ്ട്. അതുകൊണ്ടാണ് അത് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ അവിടെ വെന്തോളമല്ലോ, ഒരുപാട് വേവൊന്നും കാണില്ല. ഇനി ഞാൻ ഗ്യാസിൻ്റെ മറ്റേ പറഞ്ഞുള്ള ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കി അതിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ഓയിൽ തന്നെയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ ഇതുപോലെ ഓയിലിൻ്റെ ഒക്കെ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ട്രേ ഉണ്ടല്ലോ, അതാണ് ഞാൻ എൻ്റെ മേലെ വെച്ചെടുത്തിട്ടുള്ളത്. ആകുമ്പോൾ അങ്ങനെ കറക്കി തിരിച്ച് സാധനം ഏതാ വേണ്ടി വെച്ചാൽ എടുക്കാമെന്നിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിലാണ് ഞാൻ പപ്പടം സൂക്ഷിക്കലിട്ട്. അതാകുമ്പോൾ കുറേ കാലം കേടുവരാതെ ഫ്രിഡ്ജിലിരിക്കും. പുറത്ത് വെക്കണവർക്ക് ഒരു ടിപ്പ് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ പപ്പടം പൊരിച്ചലൊക്കെ കഴിഞ്ഞു. പിന്നെ ആ ചൂടുള്ള ചീനച്ചട്ടി ഞാൻ അവിടെ മാറ്റിയിട്ടുണ്ട്. ഗ്യാസ്മേലൊക്കെ ചൂടുള്ളതൊക്കെ വെച്ചാൽ ഞാൻ വേഗം മാറ്റി വെക്കും കേട്ടോ. കാരണം എൻ്റെ ചെറിയ മക്കളൊക്കെ ഒന്ന് വലിച്ചിട്ടാലോ എന്നൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഉള്ളിത്തണ്ടും റെഡി ആയിക്കണം. അപ്പം ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മളെ ചോറും അതുപോലെ ഉള്ളിത്തണ്ട്, ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി, അതുപോലെ പപ്പടം, പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് കറി, ആ ബീഫ് കറി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ ഈ പരിപാടികളും അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൊടുക്കാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ വീഡിയോസ് ആയിക്കാരം എൻ്റെ ചാനലിൽ വരുന്നത് കൂടുതലും. ഡേ ഇൻ മൈ ലൈഫും അതുപോലെ എനിക്ക് ഫ്രീ ആവുന്ന ടൈമിലൊക്കെ ഞാൻ ലൈവ് ഇടുക, അങ്ങനെയൊക്കെ ആയിക്കാരം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.